ഹലോ നമസ്കാരം, ഞാൻ ബിൻസി. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ന്യൂസിലാൻഡ് ട്രിപ്പിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ന്യൂസിലാൻഡിലെ അഗ്രോഡോം ഫാമിൽ പോയ വിശേഷങ്ങൾ കാണിച്ചിരുന്നു. ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ട് ഒരു ഫാം ടൂർ ചെയ്ത വീഡിയോയാണ് ഞങ്ങൾ കാണിക്കുന്നത്. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫാമാണ്. കുറേ ഷീപ്സും അൽപ്പാക്കസും മാനുകളും എല്ലാം ഉള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ഫാമാണ്. അപ്പോൾ ആ ഫാം ഒന്ന് കണ്ടാലോ? അപ്പോൾ ഈ ഫാം ടൂറിന് വേണ്ടിയിട്ട് അവർ നമ്മളെ ഒരു ട്രെയിലറിൽ കയറ്റിയാണ് അത് കാണിക്കാൻ കൊണ്ടുപോകുന്നത്. കണ്ട ഒരു വലിയ ട്രാക്ടറും അതിൻ്റെ ബാക്കിൽ കുറേ സീറ്റിങ്സും ആയിട്ടാണ് ഈ ട്രെയിലർ. ഈ ട്രെയിലറിൽ എനിക്ക് തോന്നുന്നു ഒരു 10-60 പേർക്ക് ഇരിക്കാനുള്ള സീറ്റിങ്സ് ഉണ്ട്. നമുക്ക് എന്തായാലും ഏറ്റവും ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടി. Literally everyone here's got the gist. They are out. We've got black bars. They need to be down and over our legs today. While we're travelling, they are our seat belts. So much like our cars in New Zealand, we have seat belts in them. അപ്പോൾ അവരാണ് നമ്മുടെ ഫാം ടൂർ ഗൈഡ്. അവർ തന്നെയാണ് ആ ട്രാക്ടർ ഓടിക്കുന്നതും. അപ്പോൾ അവർ ട്രാക്ടർ ഓടിച്ച് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ഷീപ്പിൻ്റെ അടുത്താണ് പോകുന്നത്. ഒരു കൂട്ടം ഷീപ്സ് നമ്മൾ വരുന്നതും കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷീപ്സിനെ ഫീഡ് ചെയ്യാനുള്ള പെല്ലറ്റ്സ് ഭക്ഷണം അവർ നമുക്ക് തരും. ഷീപ്സിനെ അറിയാം ഈ ട്രാക്ടർ വരുന്ന സമയത്ത് നമുക്കുള്ള ഫുഡും വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരും ഫുഡിന് വേണ്ടിയിട്ട്. നമുക്കപ്പോൾ ഇങ്ങനെ നമ്മുടെ കയ്യിൽ വെച്ച് ഇങ്ങനെ ഫീഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെ ഷീപ്സിൻ്റെ അടുത്തേക്കും കുറച്ച് നേരം നമ്മളിങ്ങനെ നിന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് അൽപ്പാക്കസ് എന്ന് പറയുന്ന ഈ ഒരു ആനിമലിൻ്റെ അടുത്തേക്കാണ്. കണ്ട ഒരു ഷീപ്പിൻ്റെ ഒരു ഷേപ്പൊക്കെ ഉണ്ട്, പക്ഷെ കഴുത്ത് കുറച്ചിങ്ങനെ നീണ്ടിട്ടാണ്. ഇതിൻ്റെ പേര് അൽപ്പാക്കസ്. ഓസ്ട്രേലിയയിൽ ഞങ്ങൾ ഇതിനെ കണ്ടിട്ടുണ്ട്, എങ്കിലും ഇവിടെ ന്യൂസിലാൻഡിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഫാമിൽ ഇത്രയധികം അൽപ്പാക്കസിനെ ഒന്നിച്ച് കാണുന്നത്. നല്ല ക്യൂട്ട് എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ആ ഒരു ആംബിയൻസും ഈ അൽപ്പാക്കസും ഭയങ്കര ഇഷ്ടമായി. അവരെയും നമുക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യാം. നമുക്ക് ആ പെല്ലറ്റ്സ് അവർ തരും. അതിങ്ങനെ കയ്യിൽ നിന്ന് അവരെടുത്ത് കഴിച്ചോളും.
അങ്ങനെ കുറേ നേരം ഞങ്ങൾ അൽപ്പാക്കസിൻ്റെ അടുത്ത് നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും ആ ട്രാക്ടറിൽ കയറി യാത്ര തുടങ്ങി. ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവർ നിർത്തി. ഇത് മാനിൻ്റെ കൊമ്പാണ് ഷൈൻ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതവരവിടെ ഇങ്ങനെ കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അവിടെ നമുക്ക് ഹണി ടേസ്റ്റിംഗ് ആണ്. ഇവരുടെ ഫാമിൽ തന്നെ ഉണ്ടായ ഹണി അവർ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് തരുന്നതാണ്. അപ്പോൾ ഇതാണ് കിവി ഫ്രൂട്ട്. അതിൻ്റെ ചെടിയാണിത്. കിവി ഫ്രൂട്ട് അറിയാലോ, ന്യൂസിലാൻഡിനെ അറിയപ്പെടുന്നത് തന്നെ കിവി എന്നാണ്. കിവി ബേർഡ്സും കിവി ഫ്രൂട്ടും ഒക്കെയാണ് അവരുടെ മെയിനായിട്ടുള്ള ഐറ്റംസ്. അപ്പോൾ ഇതാണ് കിവി ഫ്രൂട്ടിൻ്റെ. ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് ഈ മുന്തിരിവള്ളി പോലെ തന്നെ ഇങ്ങനെ പടർന്നു കയറുന്ന ഒരു വൈൻ ചെടിയാണ്. അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും മെയിൻ എൻട്രൻസിലോട്ട് പോവുകയാണ്. ഇതൊരു ഏകദേശം ഒരു 2 hour ടൂറായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടമായി. നിങ്ങൾക്കും ഇഷ്ടമായോ എന്ന് പറയണേ.